എനിക്ക് തമാശ തോന്നിയത് ഹണി റോസ് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി യുദ്ധം നയിക്കുകയാണെന്നൊക്കെയാണ് വാർത്താ ചാനൽസ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഹണി റോസിൻ്റെ കാര്യത്തിൽ തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ പറയില്ലേ സമൂഹത്തിനൊരു അപജയമുണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട്. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല എന്ന് ഹണി റോസിന് മുന്നേ അറിയാമായിരുന്നു. അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. ഷീസ് നോട്ട് ദാറ്റ് യുനോ അത്രയും ഇന്നസെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ ന്യൂ വാട്ട് ഷീ ഈസ് ഡൂയിങ്. എന്താ എൻ്റെ ഉദ്ദേശം? പൈസ ഉണ്ടാക്കുന്നത് തെറ്റൊന്നല്ല, പൈസയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഷീ ഈസ് ഷോയിങ് എ വെരി ബാഡ് എക്സാമ്പിൾ ടു ഓൾ ദ വുമൻ ഹു ആർ സ്ട്രഗ്ലിംഗ് ഇൻ ദ ഇൻഡസ്ട്രി. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുവാണ്. ഇപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്കറിയാം 100 പേര് സ്ട്രഗിൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മോശം മാതൃകയാണത് കാണിക്കുന്നത്. എനിക്ക് ഞാനായാ മതി. If I don't have movies, I can do this. I can make money like this. After all, it's not at all about money. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. It is about self-respect. Yes, there you are. It should be about self-respect. It should be about your craft. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. Stop your bloody rhetoric. Shut up you. It shouldn't be about the body you have. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. You have to use your body for the craft. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റൊന്നുമില്ല. There are prostitutes who make money. There are prostitutes who make money. But that is ethically wrong for me. Maybe not for you, not for other people. If they are അവർക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ അവരത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിലൊരു തെറ്റ് കാണില്ല. ഇഫ് ദേ ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്, ജസ്റ്റ് ബിക്കോസ് ഐ എം എ വോക്ക് ഞാൻ ഇങ്ങനെ ഇടാം, മൈ ബോഡി മൈ റൂൾസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടാം. അങ്ങനെയല്ലല്ലോ അത്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? എനിക്ക് തമാശ തോന്നിയത് ഹണി റോസ് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി യുദ്ധം നയിക്കുകയാണെന്നൊക്കെയാണ് വാർത്താ ചാനൽസ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാണ് ആ പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം? അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതി കയറിക്കോ. ഞാൻ പറയുന്ന ഹണി റോസ് നിയമപരമായി എടുത്ത തീരുമാനം ഭയങ്കര നല്ലതാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ. പക്ഷേ ഷീ ഷുഡന്റ് ആക്ട് ഇന്നസെന്റ്. അടിച്ച കോള് തിരിച്ചടിക്കുകയാണല്ലോ ദൈവമേ. Because she's not. ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. When does that become worse എന്നറിയോ? അതിന്റെ പിന്നാലെ വേറെ 4 പേര് പോകുമ്പോഴാണ്. എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. അതേപോലെ 4 പേര് പോകുമ്പോഴാണ് അത് വേഴ്സ് ആണ്. അങ്ങനെയാണ്. ഞാൻ പോയി ഒരു മാതൃക കാണിച്ച് എൻ്റെ പിന്നാലെ 4 പേര് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഇമ്പാക്ട് മോശമാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണല്ലോ. അപ്പോ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അവർക്ക് വേണമെന്ന് മാത്രമേ ഞാൻ എന്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഇതൊരു കടുങ്കൈ തന്നെ. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനല്ലേ ഇവരിട്ട് പന്താടുന്നത്. പല ചാനലിലും ഇത്തരം ചർച്ചകൾ നടന്നല്ലോ. ഷിബിൽ തന്നെ അത്തരം ഒരു കോൺവെർസേഷന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പല ചാനലിലും ഷിബിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഐ ഡോണ്ട് സീ ദിസ് എന്താണ് ന്യൂസ് ചാനൽസിൽ നടക്കുന്ന ചർച്ചാസ് ഗോയിങ് എനിവേർ. അതാണ് മെയിൻലി ഞാൻ ഇരിക്കാതിരുന്നത്, ആ ചർച്ചയിൽ ഇരിക്കാതിരുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് നല്ലത്. ബിക്കോസ് അതെനിക്ക് ഇറ്റ്സ് മോർ ഓഫ് എൻ എന്റർടൈൻമെന്റ് പ്രോഗ്രാം. സാറിന്റെ ആത്മാർത്ഥ സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി കുടിക്കണതിൽ കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ. എനിക്ക് തോന്നാറുണ്ട് രാഹുൽ ഈശ്വറിനൊക്കെ പലപ്പോഴും വിളിക്കുന്നത് നീ ഇങ്ങനെ പറയണേ എന്ന് പറഞ്ഞിട്ടാണെന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. നീ തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. അപ്പൊ ഐ ഡോണ്ട് ബിലീവ് അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു സാധനത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷെ എന്റെ പോസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ അത്രയും കൃത്യമായി എഴുതിയിട്ടതും. ഇതോടെ സാറിന്റെ അടുപ്പ് തെറിക്കുന്നതോടെ